നമസ്കാരം, എൻ്റെ പേര് ബ്രൈറ്റ് പി ജേക്കബ്. കിൻഫോക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്ങിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. ഇന്ന് നമ്മൾ കുറച്ച് ഉത്കണ്ഠയെക്കുറിച്ച്, ആങ്സൈറ്റിനെ കുറിച്ച് സംസാരിക്കാനാണ് വന്നിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും എക്സ്പീരിയൻസ് ഉള്ള ഒന്നാണ് ആങ്സൈറ്റി വളരെ നോർമലായിട്ടുള്ള ഒരു റെസ്പോൺസാണ്. പക്ഷേ ചില സമയങ്ങളിൽ അത് നമുക്കെല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സമയങ്ങളിൽ മനഃശാസ്ത്രപരമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്ന് ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. സാധാരണ ഉത്കണ്ഠ വരുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒരുപാട് കണ്ടൻറ്റ് യൂട്യൂബിലോ ഫേസ്ബുക്കിലോ സോഷ്യൽ മീഡിയയിലോ ഒക്കെ നമ്മൾ കാണുന്നതാണ്. റിലാക്സേഷൻ എക്സസൈസ്, ബ്രീത്തിങ് എക്സസൈസ്, ഇങ്ങനെ പലതും നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ചെയ്യണേക്കാളും മുമ്പ് ഉത്കണ്ഠ വരുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ആങ്സൈറ്റി എന്ന് പറയുന്നത് വളരെ നോർമലായിട്ടുള്ളൊരു റെസ്പോൺസാണ്. ഈ റെസ്പോൺസ് വരുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇതിനെങ്ങനെ ട്രീറ്റ് ചെയ്യാം, ഇതിനെങ്ങനെ മാറ്റാം എന്നല്ല. ആങ്സൈറ്റി വരുമ്പോൾ പൊതുവേ മനുഷ്യന്മാരുടെ ഒരു ടെൻഡൻസി എങ്ങനെയാണ്, നമുക്കിതെങ്ങനെ അവോയ്ഡ് ചെയ്യാം, അൺപ്ലസൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ അവോയ്ഡ് ചെയ്യാനാണ് നമ്മുടെയൊക്കെ ഒരു ടെൻഡൻസി. പക്ഷേ ഉത്കണ്ഠയുടെ കാര്യത്തിൽ നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ആങ്സൈറ്റി എന്നുള്ളത് ഒരു അലാം റിയാക്ഷനാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കെട്ടിടത്തിൽ പുകയുണ്ടാവുകയാണെങ്കിൽ സ്മോക്ക് അലാം പ്രവർത്തിക്കല്ലോ, അല്ലെങ്കിൽ വെള്ളം വരും, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇതുപോലെ അത് ഒരു അപകടം വരാൻ പോകുന്നുണ്ടെങ്കിൽ അത് സെൻസ് ചെയ്ത് അതിനെപ്പറ്റി എല്ലാവരും അലാം കൊടുക്കാനുള്ള ഒരു സംവിധാനമാണ് സ്മോക്ക് അലാം. ഇതുപോലെയാണ് ആങ്സൈറ്റി നമ്മുടെ ശരീരത്തിൽ മനസ്സിലുള്ളത്. അതായത് നമ്മുടെ ചുറ്റുമുള്ള എന്തെങ്കിലുമൊക്കെ തകരാറിലാണെങ്കിൽ, എന്തെങ്കിലുമൊക്കെ നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും നമ്മളെ ത്രട്ടൻ ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നമുക്ക് കംഫർട്ടബിൾ അല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇത് നമ്മളെ കാണിക്കുന്ന ഒരു വഴിയാണ് ആങ്സൈറ്റി. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ചിലർ തെറാപ്പിക്ക് വരുന്ന ചിലർ ഒരു ജോലിയിൽ നിന്ന് മാറി വേറൊരു ജോലി കണ്ടെത്തുമ്പോൾ അവരുടെ ആങ്സൈറ്റി, ചിലരിൽ ഡിപ്രഷൻ ഒക്കെ മാറുന്നതായിട്ട് കാണാറുണ്ട്. ചിലർക്ക് ലൈഫിൽ ചില ചേഞ്ചുകൾ വരുമ്പോൾ, ചില റിലേഷൻഷിപ്പുകളിൽ നിന്ന് പുറത്ത് കിടക്കും, അല്ലെങ്കിൽ പുതിയൊരു റിലേഷൻഷിപ്പിൽ എത്തുമ്പോൾ അവരുടെ ആങ്സൈറ്റി വളരെ കുറയുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആങ്സൈറ്റി അവരായിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് അത്ര ശരിയല്ല എന്ന് കാണിക്കുന്നതിനുള്ള ഒരു അലാം റിയാക്ഷനാണ്. അപ്പോൾ ഈ അലാം റിയാക്ഷൻ എന്നുള്ളത് നമ്മുടെ മനസ്സിലൊക്കെ വേണം. ആങ്സൈറ്റി വരുമ്പോൾ ഉടനെ നമ്മൾ അത് എങ്ങനെ നിർത്താം എന്നല്ല ശ്രദ്ധിക്കേണ്ടത്. ആങ്സൈറ്റി എന്താണ് കാണിക്കുന്നത്, അത് എന്തിനെ പറ്റിയാണ് നമ്മൾ അലർട്ടാക്കുന്നത് എന്നാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഇനി ചില സമയത്ത് ഫാൾസ് അലാം അങ്ങനെ ഉണ്ടാവാറുണ്ടല്ലോ. എന്ന് വെച്ചാൽ ചില സമയത്ത് ആങ്സൈറ്റി ആവശ്യമില്ലാത്ത സമയത്ത് നമുക്ക് ആങ്സൈറ്റി വരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളത് ഒരുപാട് ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാത്രമേ നമുക്ക് ഈ ആങ്സൈറ്റിനെ അഡ്രസ്സ് ചെയ്യേണ്ടതുള്ളൂ. അതായത് ആങ്സൈറ്റിന് സൈക്കോളജിക്കലി നമുക്ക് ഇതിനെ കുറയ്ക്കാനോ, അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നൊക്കെ ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഉടനെ, അതായത് അങ്ങനെയുള്ള ഒരു ആങ്സൈറ്റി ആണെന്ന് നമുക്ക് മനസ്സിലാവണം. ഇത് പ്രത്യേകിച്ച് നമ്മളൊന്നിനെ പറ്റി അലർട്ടാക്കുന്നില്ല, അത് ഒരു ഫാൾസ് അലാമാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഉടനെ ബ്രീത്തിങ് എക്സസൈസോ റിലാക്സേഷൻ എക്സസൈസോ ഒക്കെ ചെയ്യുന്നത് ചിലരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇതല്ലാതെ വേറെ ഒന്നുകൂടെ ഞാനൊന്ന് പറയാൻ ഉദ്ദേശിക്കുന്നു. എന്ന് വെച്ചാൽ പലരും ആങ്സൈറ്റി വരുമ്പോൾ, നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ അവോയ്ഡ് ചെയ്യാനാണ് എല്ലാവരുടെയും ഒരു ടെൻഡൻസി. ആങ്സൈറ്റി വരുമ്പോഴും എല്ലാവരുടെയും ഒരു പൊതുവെയുള്ള ഒരു ടെൻഡൻസി അത് അവോയ്ഡ് ചെയ്യാനാണ്. ഇതിന് പകരം, ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നതിന് പകരം ആ ആങ്സൈറ്റീനെ അക്നോളജ് ചെയ്യുക. അതായത് ഇത് ഒരു നോർമൽ എക്സ്പീരിയൻസാണ്. നോർമൽ ഇൻ ദ സെൻസ്, എനിക്ക് ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ ജോലി നഷ്ടപ്പെട്ടു, ഇറ്റ് ഈസ് ഓക്കെ ടു ഫീൽ ആങ്ഷ്യസ്. ഇപ്പോൾ എനിക്കൊരു ഫിനാൻഷ്യൽ സ്ട്രെസ്സറുണ്ട്, അപ്പോൾ ഇങ്ങനെയാണ് സാധാരണ ഉണ്ടാവുക. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി നോർമൽ, ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഓക്കെ ടു ഫീൽ ആങ്ഷ്യസ് അറ്റ് ദിസ് പോയിന്റ് എന്ന് നമ്മുടെ ആങ്സൈറ്റിയുടെ അതിൻ്റെ ഒരു കാരണത്തെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലെങ്കിൽ നമ്മളോട് തന്നെ ജഡ്ജ്മെൻ്റലാവാതിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടാണ്. ഞാൻ എന്താണ് ആങ്ഷ്യസ്, സാധാരണ ആങ്സൈറ്റി വരുമ്പോൾ അതിൻ്റെ കൂടെ വേറെ ഒരു ഗ്രൂപ്പ് തോട്ടുകൾ വരും. ആങ്ഷ്യസ്, എനിക്ക് ഇങ്ങനെ വരാൻ പാടില്ലല്ലോ, ഇങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് ലൈഫിൽ സർവൈവ് ചെയ്യാൻ പോവാം, ഇത്ര ആങ്ഷ്യസ് ആവുന്നത് കാണിക്കുന്നത് ഞാൻ എന്തോ നോർമലാണെന്നാണല്ലോ, എനിക്കിതൊന്നും പോലും ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല, ലൈഫിലൊന്നും ഡീൽ ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഒരു വേറൊരു ഗ്രൂപ്പ് തോട്ട്സ് കൂടെ, ആങ്സൈറ്റിനെ വാല്യുവേറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് തോട്ട്സ് കൂടെ നമുക്ക് ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ ജഡ്ജ്മെൻ്റലല്ലാതെ, നെഗറ്റീവായി വിലയിരുത്താതെ, നമ്മളോട് തന്നെ എക്സ്ട്രീംലി സെൽഫ് ക്രിട്ടിക്കൽ അല്ലാതെ നമ്മുടെ ആങ്സൈറ്റീനെ അക്നോളജ് ചെയ്യുക. ഇത് ഇങ്ങനൊരു സാഹചര്യത്തിൽ ആങ്സൈറ്റി ഉണ്ടാവുന്നതാണ്, ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി നോർമൽ, ഐ എം ഗോയിങ് ത്രൂ ദിസ് ആൻഡ് ദിസ് ഇസ് ഗോയിങ് ടു ചേഞ്ച് എന്ന് വെച്ചാൽ, നമുക്കൊരിക്കലും ഇമോഷൻസിൻ്റെ ഒരു നേച്ചറാണ്, ഒരു ഇമോഷനും പെർസിസ്റ്റൻ്റ് ആയി നിൽക്കില്ല. ഇന്നും നാളെയും മറ്റന്നെയും എല്ലാ മണിക്കൂറും എല്ലാ മിനിറ്റും അത് തന്നെ നീണ്ടു നിൽക്കുന്നു എന്നുള്ള മട്ടിലുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ആ നേച്ചർ അടക്കം എംബ്രേസ് ചെയ്യുന്ന രീതിയിലുള്ള നമ്മുടെ ആങ്സൈറ്റീനെ അക്നോളജ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ സ്വയം നടത്തുക എന്നുള്ളതാണ് ആങ്സൈറ്റീനെ ഡീൽ ചെയ്യാനുള്ള ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ്.
രണ്ടാമത് ആങ്സൈറ്റീനെ ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആങ്സൈറ്റി എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മളിൽ ഉണ്ടാക്കുന്നത് എന്ന് കുറച്ച് ഒരു ശ്രദ്ധയോടെ എന്താ പറയുക വിലയിരുത്തല്ല ശ്രദ്ധിക്കാൻ നോക്കണം. എന്ന് വെച്ചാൽ ഇപ്പോൾ ആങ്സൈറ്റി വരുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ ചിലർക്കല്ല കൂടുതൽ ആളുകൾക്ക് ശരീരത്തിലെ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. ഫോർ എക്സാമ്പിൾ ചിലർക്ക് നെഞ്ചിരിപ്പ് കൂടും, ചിലർക്ക് കൈ വിറയ്ക്കും, ചിലർക്ക് വിയർക്കും, ചിലർക്ക് നെഞ്ചിലൊരു ആളൽ പോലെ ഉണ്ടാവും, ചിലർക്ക് ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇങ്ങനെ ശരീരത്തിൽ മസിൽസ് ടൈറ്റ് ആവും, വേദന ഉണ്ടായിന്ന് വരും. ഇങ്ങനെയുള്ള പല മാറ്റങ്ങളും നമ്മളിൽ എല്ലാവരിലും പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. കാരണം ആങ്സൈറ്റി വരുമ്പോൾ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേഷനൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇതെൻ്റെ ശരീരത്തിൽ ഉണ്ടാക്കണേ എന്ന് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ആങ്സൈറ്റി എക്സ്പീരിയൻസിനെ കുറിച്ച് നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കുകയാണ് ചെയ്യണേ. നമ്മുടെ ആങ്സൈറ്റി എക്സ്പീരിയൻസ് അവോയ്ഡ് ചെയ്യുന്നതിന് പകരം അത് നമ്മൾ കംപ്ലീറ്റായി എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കുകയാണ് ചെയ്യണേ. ദാറ്റ് വിൽ ഹെൽപ്പ് എക്സ്പീരിയൻസിങ് ആങ്സൈറ്റി അല്ലെങ്കിൽ ഗോയിങ് ത്രൂ ആങ്സൈറ്റി. അത് നമ്മളെ ഹെൽപ്പ് ചെയ്യാം. ഇനി ശരീരത്തിൽ മാത്രമല്ല മനസ്സിൽ എന്തൊക്കെ മാറ്റം ഉണ്ടാക്കുന്നു. ഫോർ എക്സാമ്പിൾ ആങ്സൈറ്റി വരുമ്പോൾ നമ്മൾ എല്ലാത്തിനെയും കുറിച്ചൊരു അപ്രിഹെൻസീവായി നെഗറ്റീവ്ലി ഫ്രെയിംഡ് ആയിട്ടുള്ള തോട്ട്സാണ് ഉണ്ടാക്കാറ്. ഇപ്പോൾ നാളെ എക്സാം വരുന്നു എന്ന് വെച്ചോ, അതാണ് നമുക്ക് ആങ്സൈറ്റി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ എക്സാമിനെ കുറിച്ച് നമ്മൾ പ്രോബബിൾ തോട്ട്സ് ഇതൊക്കെ ആവാനാണ് സാധ്യത. ഞാനൊന്നും പഠിച്ചിട്ടില്ലല്ലോ, പഠിച്ചൊക്കെ മറന്നു പോയല്ലോ, അവിടെ ചെന്നൊന്നും കിട്ടില്ലല്ലോ, ഈ എക്സാമിൽ തോറ്റ് കഴിഞ്ഞ് പിന്നെ ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ, വീട്ടുകാരങ്ങനെ പറയുമല്ലോ, ഇങ്ങനെയൊക്കെയുള്ള തോട്ട്സ് ആവാൻ സാധ്യതയുണ്ട്. അതായത് ആങ്സൈറ്റി വരുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നെഗറ്റീവായി ഫ്രെയിം ചെയ്യുന്ന, നെഗറ്റീവ് സൈഡ് കൂടുതൽ വരും എന്നുള്ള മട്ടിൽ ഫ്രെയിം ചെയ്യുന്ന അപ്രിഹെൻസീവ് തോട്ട്സ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ആങ്സൈറ്റി എന്നിൽ എന്തൊക്കെ തോട്ട്സിൽ വ്യത്യാസം ഉണ്ടാവുന്നു എന്നിങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്നതും നല്ലതാണ്. അതായത് ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മനസ്സിൽ വരുന്ന മാറ്റങ്ങളും എന്തൊക്കെയാണ് എന്ന് ശ്രദ്ധിക്കുന്നത് കുറച്ചുകൂടെ നല്ലതാണ്. അതായത് ആങ്സൈറ്റി എക്സ്പീരിയൻസ് അവോയ്ഡ് ചെയ്യുന്നതിന് പകരം അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ശ്രദ്ധിക്കുന്നത് കുറച്ചുകൂടെ നല്ലതാണ്. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന രീതിയിൽ നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ ചിലർക്ക് ആങ്സൈറ്റി വരുമ്പോൾ ശരീരത്തിലെ മാറ്റങ്ങളാണ് ആദ്യം കണ്ടു തുടങ്ങുക, ചിലർക്ക് മനസ്സിൽ അപ്രിഹെൻസീവായിട്ടുള്ള തോട്ട്സാണ് ആദ്യം കണ്ടു തുടങ്ങുക. അപ്പോൾ ഇത് രണ്ടാണെങ്കിലും നമ്മുടെ ശരീരത്തിലെ മാറ്റങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് ആങ്സൈറ്റി കൺട്രോൾ ചെയ്യാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ശരീരത്തിൽ ഇപ്പോൾ പാൽപിറ്റേഷൻസോ നെഞ്ചിൽ കാളലോ ഒക്കെ ഉണ്ടെങ്കിൽ JPMR അല്ലെങ്കിൽ JPMR നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ കിട്ടും. എല്ലായിടത്തും ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ അതിൻ്റെ സ്ക്രിപ്റ്റ് കിട്ടും. JPMR എന്ന് പറയുന്നത് ജേക്കബ്സൺസ് പ്രോഗ്രസീവ് മസ്കുലർ റിലാക്സേഷൻ ആണ്. ഇനി ആ ടെക്നിക്ക് തന്നെ ഉപയോഗിക്കണമെന്നില്ല, റിലാക്സ് ചെയ്യാൻ നിങ്ങൾക്ക് പരിചയമുള്ളത് ഇപ്പോൾ യോഗയിൽ ശവാസനം എന്നുള്ള ടെക്നിക്ക് അതിന് യൂസ്ഫുൾ ആണ്. അല്ലെങ്കിൽ മസ്കുലർ നോക്കുലേഷൻ ട്രെയിനിങ്, ഒരുപാട് ടെക്നിക്കുകൾ, ഗൈഡഡ് ഇമേജറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടെക്നിക്കുകൾ റിലാക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ സംസാരത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് ആങ്സൈറ്റി അവോയ്ഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിനേക്കാളും പൊതുവെ ആങ്സൈറ്റിനെ ഡീൽ ചെയ്യാനായിട്ട് അതിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള വഴികളാണ് കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യാറ്. അപ്പോൾ ഇതിനെ ആക്സെപ്റ്റ് ചെയ്യൽ മാത്രമല്ല ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ആങ്സൈറ്റി ഉള്ളവർ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും കാണിക്കാറുണ്ട്. ഇപ്പോൾ ചിലർക്ക് ആങ്സൈറ്റി വറിയിങ് എന്ന് പറഞ്ഞൊരു നേച്ചറിലേക്ക് വരാറുണ്ട്. എന്ന് വെച്ചാൽ എന്തെങ്കിലും ചെറിയ ആങ്സൈറ്റി വന്നാൽ പിന്നെ അതിനെക്കുറിച്ച് ഒരു ചിന്ത, അതിൽ നിന്ന് കണക്ട് ചെയ്ത് അടുത്ത ചിന്ത, അതിൽ നിന്ന് കണക്ട് ചെയ്ത് അടുത്ത ചിന്ത, അതിൽ നിന്ന് കണക്ട് ചെയ്ത് അടുത്ത ചിന്ത, ഇതെല്ലാം നെഗറ്റീവ്ലി ഫ്രെയിംഡ് ആയിട്ടുള്ള ചിന്തകൾ, ഇതെല്ലാം ആങ്സൈറ്റി കൂട്ടുന്ന രീതിയിലുള്ള ചിന്തകൾ. ഇങ്ങനെയുള്ള ഒരു നേച്ചറിനെയാണ് വറിയിങ് എന്ന് പറയുന്നത്. വറിയിങ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി തോട്ട്സ് ആണ്, നെഗറ്റീവ് എന്താ പറയുക ഔട്ട്കം കൂടുതൽ എക്സാജറേറ്റ് ചെയ്തിട്ടുള്ള വരാൻ പോകുന്ന ഫ്യൂച്ചറിനെ കുറിച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചിന്തകൾ ഇങ്ങനെ കണക്റ്റഡായി വരുന്നതിനാണ് വറിയിങ് എന്ന് പറയുന്നത്. അപ്പോൾ വറിയിങ് ഉണ്ടെങ്കിൽ നമുക്കതിൽ എന്താ പറയുക, ഇത് മാത്രം മതിയാവില്ല, അതിൽ നമുക്ക് തോട്ട്സിൽ വ്യത്യാസം വരുത്തേണ്ടി വരും. അതായത് നമ്മൾ എന്തിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ വറി ചെയ്യുന്ന തോട്ട്സ് ഏതൊക്കെയാണ്, അത് ശരിയാണോ, അതിൽ നമ്മുടെ പ്രഡിക്ഷൻസ് ഒക്കെ എങ്ങനെയാണ്, അത് നമുക്ക് കറക്റ്റ് ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെയുള്ള കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ അതിൽ വരുന്നത്. ഫോർ എക്സാമ്പിൾ CBT പോലെയുള്ള തെറപ്പീസൊക്കെ അതിൽ ഗുണം ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചൊന്നുമല്ല പറഞ്ഞു തന്നെ, ജസ്റ്റ് ആങ്സൈറ്റി വരുമ്പോൾ നമുക്ക് അത് തള്ളിക്കളഞ്ഞ് അവോയ്ഡ് ചെയ്യുന്നതിനേക്കാളും അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന 2-3 വഴികൾ മാത്രമാണ് പറയുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ, അതായത് ആങ്സൈറ്റീനെ ഡീൽ ചെയ്യാനുള്ള മറ്റു വഴികളൊക്കെ നമുക്ക് വരും വീഡിയോസിൽ ചർച്ച ചെയ്യാം.